ആളിപ്പടർന്ന ആശങ്ക. ബേപ്പൂർ തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചു. സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503ലാണ് തീപിടുത്തമുണ്ടായത്. ഡക്കിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നാണ് തീ പടർന്നത്. 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തി. 4 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൈദ്യസഹായം തേടി കപ്പൽ കമ്പനി സമീപിച്ചു. 15 ആംബുലൻസുകൾ ബേപ്പൂർ തുറമുഖത്ത് എത്തി. നിലവിൽ കേരള തീരത്തേക്ക് എന്തെങ്കിലും തരത്തിൽ ഉള്ള ആഘാതം ഈ തീപിടിച്ച കപ്പൽ മൂലമുണ്ടാകും എന്ന വിവരം കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നടപടികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിക്കുന്നതായിരിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രമ്യ ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, എന്തായാലും വലിയ ആശങ്കയിലൂടെയാണ് കടന്നുപോയത്. കേരള തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ പോലും കണ്ടെയ്നറിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ 18 ആളുകളെ രക്ഷപ്പെടുത്തി. അവരിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്നും പറയുന്നു. അവർക്ക് വേണ്ട ചികിത്സ ഏത് രീതിയിലാണ് ലഭ്യമാക്കാൻ തീരുമാനമായിട്ടുള്ളത്? വിവരങ്ങൾ. സംഗീത, നിലവിൽ ഈ പരിക്കേറ്റ രോഗികളെ പരിക്കേറ്റവരെ എങ്ങോട്ടാണ് എത്തിക്കേണ്ടത് എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. അതിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂർ തുറമുഖത്താണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ബേബി മെമ്മോറിയൽ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ രോഗികളെ ഈ പരിക്കേറ്റവരെ എങ്ങോട്ട് എത്തിക്കണമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ കൂടി ബേപ്പൂർ, അതുപോലെ തന്നെ അഴീക്കൽ തുറമുഖം, അതുപോലെ മംഗലാപുരം, 3 തുറമുഖങ്ങളാണ് ഇത്തരത്തിൽ സാധ്യതയുള്ളത്. ഈ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം ആശുപത്രികളുമായി കമ്പനി അധികൃതർ ഈ സഹായം തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായും ഇത്തരത്തിൽ കമ്പനി അധികൃതർ സംസാരിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബേബി മെമ്മോറിയൽ ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ കമ്പനി അധികൃതർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. അതിനാൽ തന്നെ ഏകദേശം 15ഓളം ആംബുലൻസുകളാണ് ഇപ്പോൾ തുറമുഖത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇവരെ ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത കൂടി കൈവരേണ്ടതുണ്ട്. കാരണം ഈ ബേപ്പൂർ തുറമുഖത്തു നിന്നും ഏകദേശം 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരത്തിൽ ഈ അപകടം നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിലെത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ അഴീക്കലും അതുപോലെ തന്നെ മംഗലാപുരവുമാണ്. അപ്പോൾ ഈ കൂടുതൽ കാരണം സാങ്കേതികമായി മറ്റു ബുദ്ധിമുട്ടുകൾ കൂടി ഈ ബേപ്പൂരിലേക്ക് എത്തിക്കുമ്പോഴുണ്ട്. കാരണം വലിയ ഷിപ്പുകളിലാണ് ഈ പരിക്കേറ്റവരെ ഇങ്ങോട്ട് എത്തിക്കുക. ഈ തുറമുഖത്തിനോട് അടുത്ത് ചേർന്ന് ഈ ഷിപ്പ് എത്തിക്കുകയും കൂടാതെ ഈ പരിക്കേറ്റവരെ ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റി എന്നിട്ട് വേണം ഇവിടെ തുറമുഖത്തെ എത്തിക്കാൻ. തുടർന്ന് ഇവിടുന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ഇവരെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ മംഗലാപുരത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ ലഭ്യമാകുന്ന വിവരം. കപ്പൽ തുറമുഖത്തിനോട് അടുത്തേക്ക് എത്തിക്കാനും കൂടുതൽ തന്നെ അവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. അതിനാൽ തന്നെ ഈ പരിക്കേറ്റവരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്നത് മംഗലാപുരമാണ് എന്നുള്ള നിർദ്ദേശമാണ് ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എങ്കിൽ കൂടി ഇതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് ഇവിടെയും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഈ പരിക്കേറ്റവരെ എത്തിച്ചാൽ ഇത്തരത്തിൽ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രികൾക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ബേബി മെമ്മോറിയലിലെ ഏകദേശം 15ഓളം ആംബുലൻസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പോർട്ടിനും ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോർട്ട് ഓഫീസർ നേരത്തെ നൽകിയ വിവരം. അതായത് ഈ പരിക്കേറ്റവരെ ഈ ബേപ്പൂരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പുറംകടലിൽ ഷിപ്പിലെത്തിച്ച കപ്പലിൽ നിന്നും ഈ പരിക്കേറ്റവരെ മാറ്റാനായി 2 ടാങ്കുകൾ ഉൾപ്പെടെ പുറംകടലിലും സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ ഇങ്ങോട്ട് മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കോഴിക്കോടും സജ്ജീകരണങ്ങളും ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇത് കമ്പനി അധികൃതരാണ് ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. കാരണം ഈ പരിക്കേറ്റവരെ എങ്ങോട്ട് മാറ്റണം, കൂടുതൽ സൗകര്യങ്ങളും ഇതിൽ സമയക്രമം എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്നത് ദൂരം, അതുപോലെ തന്നെ അങ്ങനെയുള്ള മാനദണ്ഡങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. അത്തരത്തിലായിരിക്കും ഇവർ എങ്ങോട്ടാണ് ഇവരെ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ ബേപ്പൂരിൽ സജ്ജീകരണങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഗീത. ശരി രമ്യ, എന്തായാലും കോഴിക്കോട് തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ട ചികിത്സ കോഴിക്കോട് ലഭ്യമാക്കും എന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. അതിനായിട്ട് കപ്പൽ കമ്പനി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൈദ്യസഹായം തേടി സമീപിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. 15 ആംബുലൻസുകൾ ബേപ്പൂർ തുറമുഖത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പലിൽ നിന്നുമുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയുമാണ്.